പ്രായമായി, പക്ഷെ താങ്കൾ സൗണ്ടിന് പ്രായമായിട്ടില്ല. അതുകൊണ്ട് കാസിമെല്ലാം ഉണ്ട്, നന്നായിട്ട് അടിച്ചു പൊളിച്ച് പാടുന്ന. പിന്നെ സമത് ബഹുമാനപ്പെട്ട പുതിയാപ്പിള, പുതുമണവാളൻ അബ്ദുസമദിനും പുതുമണവാട്ടി റുസ്താദീവിക്കും 1000 മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഭക്തിഗാനത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കും. ബിസ്മില്ലാഹി എന്ന വിശുദ്ധ പൊരുളിനെ ബിബർഖത്തോത്തുന്നെ ലില്ലാഹി ഹംദില്ലാ. ബിസ്മില്ലാഹി വിശുദ്ധ പൊരുളിനെ ബിബർഖത്തോത്തുന്നെ ലില്ലാഹി ഹംദില്ലാ. ബിസ്മില്ലാഹി വിശുദ്ധ പൊരുളിനെ ബിബർഖത്തോത്തുന്നെ ലില്ലാഹി ഹംദില്ലാ. അല്ലാഹ് തിരുതാത്ത് അയത്തിന് സിഫത്ത് അയ നബി മോത്ത് ഹമീദിൽ സല്ലല്ലാഹ്. ബിസ്മില്ലാഹി അല്ല സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു സമദ് സഖാഫി എന്ന് പറഞ്ഞ ഒരു സഖാഫിയുടെ കല്യാണം നടന്നു. ആ കല്യാണത്തിൻ്റെ അന്നത്തെ ആ കല്യാണത്തിൻ്റെ അന്നാണോ അതിൻ്റെ തലേ ദിവസമാണോ എന്നറിയില്ല, ഒരു ബുർദ മജ്ലിസ് ഉണ്ടായിരുന്നു ആ കല്യാണത്തിന്. ആ ബുർദ മജ്ലിസിന് പിന്നെ കുറച്ച് മൊയ്ലിയാമാർ കൂടി ബുർദ ചൊല്ലി. ആ ബുർദ ചൊല്ലിയപ്പോൾ അതിൽ ഒരു മൂലിയാരുട്ടി എന്ത് ചെയ്തു, ഒരു പാട്ട് പാടി. ആ ബുർദ ഒരു ബുർദ ലെവൽ തന്നെയാണ് അത് ചൊല്ലിയത്. നമുക്ക് ഫസ്റ്റ് അതൊന്ന് കേട്ടു നോക്കാം. കണ്ടോ, ഇതിൽ റുസ്ദമോൾ എന്ന് പറഞ്ഞിട്ട് കാണാത്ത കാഴ്ച എന്താണ്, സമത് കാണിക്കും, കേൾക്കാത്ത കിസ്സ കേൾപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വരിയെ അടിസ്ഥാനമാക്കി എത്ര ആളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ മജ്ലിസിനെയും ആ കല്യാണത്തിനെയും ആ കുടുംബത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പ്രസ്ഥാനത്തിൻ്റേതല്ലാത്ത കുറേ ശത്രുക്കൾ കൊണ്ടാടുകയാണ് ഇതിനെപ്പറ്റി. എന്തൊക്കെയാണ് പറയുന്നത്? പക്ഷേ ആ മജ്ലിസിൽ എന്തൊക്കെയാണ് നടന്നത്, ആ കല്യാണത്തിൻ്റെ അന്ന് ബുർദ ചൊല്ലിയത് എത്ര നേരാണ്, 2, 2.5, 3 മണിക്കൂറോളം ആ ഒരു ബുർദ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 2 വരി മാത്രം എടുത്തിട്ട് ആ സമദ് സഖാഫിയെയും ആ മൊയ്ലിയാമാരെ മൊത്തത്തിൽ അതിൽ എല്ലാവരും ഉണ്ട് ആക്ഷേപിക്കാൻ എല്ലാവരും ഉണ്ട്, ഒരാളായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കി. ആ മജ്ലിസിൽ ചൊല്ലിയ ബുർദയാണ് ഇത്. ഇപ്പം ഞാൻ ഈ പ്ലേ ചെയ്യാൻ പോണത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശത്രുക്കളുണ്ട്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഇതുവരെ CM മടവൂരിൻ്റെയും പിന്നെ വേറല്ല ഔലിയാക്കളെയൊക്കെ വൈത്താലെ നടന്ന് ഇപ്പോൾ ഒന്നും കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ ഒരു 2 വരിമ്മ കൂടിയേക്കുക. ഈ 2 വരിമ്മ കൂടിയേക്കാണ്. ഈ
ഇതിൻ്റെ ഈ ബുർദയുടെ ശത്രുക്കൾ ഓരോന്ന് പറയുന്നത് കേട്ടുകാണ്ട് ഈ ബുർദ ചെല്ലുന്ന ആളുകളും കൂടി ഇവരെ ആക്ഷേപിക്കുന്നുണ്ട്. കാരണം 2, 2.5, 3 മണിക്കൂറോളം ആ മജ്ലിസ് അവിടെ നടന്നിട്ട് ആ മജ്ലിസ് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ആ മജ്ലിസിൽ നടന്നതാ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കി. ഇത് നിങ്ങൾ കേട്ടോ. ഇതൊക്കെ നബിൻ്റെ മദ്ഹുകൾ പറഞ്ഞിട്ടുള്ള ഒരു ബുർദയാണ്. എന്താ ഇതൊന്നും ഇതിൻ്റെ ശത്രുക്കൾ കാണാതെ പോയി? കേട്ടോക്കി. മുഹമ്മദ് സല്ലല്ലാഹു അൻത മുഹമ്മദ് സല്ലല്ലാഹു നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഖാദിർ മുഹമ്മദ് സല്ലല്ലാഹു ഫത്തി മുഹമ്മദ് സല്ലല്ലാഹു ഖാദി മുഹമ്മദ് സല്ലല്ലാഹു ഹാമി മുഹമ്മദ് സല്ലല്ലാഹു മക്കി മുഹമ്മദ് സല്ലല്ലാഹു മദനി മുഹമ്മദ് സല്ലല്ലാഹു അൻബു മുഹമ്മദ് സല്ലല്ലാഹു അരുൾ മുഹമ്മദ് സല്ലല്ലാഹു 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 സല്ലല്ലാഹു. ഇതില് നമ്മളെ ത്വാഹാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുർദയൊക്കെ ചൊല്ലി എല്ലാ മജ്ലിസിലും ബുർദയൊക്കെ ചൊല്ലി നടക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി പാടുന്ന ചൊല്ലുന്ന ബുർദ വരെ ഇതിലുണ്ട്. പക്ഷെ ഇതൊന്നും എടുക്കാതെ ഒരു 2 വരി കാണിക്കും കേൾപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ഇങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ തുള്ളണെന്തിനാ? ഇപ്പോൾ CM മടവൂരും അതുപോലെ വേറെല്ല ഔലിയാക്കളെയും തങ്ങന്മാരെയൊക്കെ തിന്നൽ കഴിഞ്ഞോ? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. അങ്ങനെ ആ തീറ്റക്കാരാണ് ഇപ്പോൾ വന്നിട്ട് മെയിനായിട്ട് ഇതിൽ ഉറഞ്ഞു തുള്ളണത്. ഇപ്പം അതുപോലെ വേറെ ഉണ്ട്, വേറെ കുറെ ഉണ്ട്. എന്താണ് അപ്പത്വാഹാതങ്ങളത്? ഒന്ന് നോക്കി നിങ്ങൾ. या मौला तू फजल कर ഇന്ദപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയതോർത്തു കരയും പാപി ഞാനാണ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഇന്ദപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയതോർത്തു കരയും. ബികമാലിഹി കശഫതുജ ബിജമാലിഹി ബരഗൽ ഉലാ ബികമാലിഹി കശഫതുജ ബിജമാലിഹി ഹസുനത് ജമീഉ ഖിസാലിഹി. എന്ത് രസമുള്ള ബുർദയാണ്. ഈ ബുർദൻ്റെ അടിയിൽ കൂടിയാണ് ഒരു 2 വരി 2 വരി ഇത് നെഗറ്റീവും പോസിറ്റീവും ആക്കി സംസാരിക്കണത്. സല്ലു അലൈഹി വആലിഹി യാ നബി യാ നബി യാ നബി തൂ റഹ്മ കർ യാ. ആവശ്യ മണി പന്തലൊരുങ്ങിടുന്നേ ആഘോഷ പൊലിമയിൽ തീമർത്തിടുന്നേ. ആവശ്യ മണി പന്തലൊരുങ്ങിയ മെഹബൂബുൽ ബാഖിയ മുഹിയദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറൈ തോലിയേ മഹാരാജാനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ. എൻ്റെ റാഹ മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ ഇഷ്കിൻ പാലഴിയാണെൻ്റെ റാഹ spreading like the love of Fatima 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 வாழ்ந்த முறை உனக்கு தெரியுமா? Fatima வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த
சொல்லமா அந்த பாத்தியம் காத்து நின்ற ஹிருதயம் அல்லவா நல்ல செல்வங்களாம் ഹസൻ ഹുസൈൻ അണ്ണയല്ലവാ ഇതൊക്കെ കേട്ടല്ലോ. തമിഴ് ഭാഷ, അറബി, മലയാളം, അതിൽ തങ്ങന്മാർ, മൗലിയന്മാർ, സഖാഫിമാർ എല്ലാവരും ഓലൊക്കെ നല്ല മട്ടത്തിൽ ചെല്ലും. ഏതായാലും ഈ വിഷയത്തിൽ എനിക്ക് ഒരു കോമഡി ആയിട്ട് ഈ ഒരു വീഡിയോ മാത്രമാണ് എനിക്ക് ഇടാനുള്ളത്. ഏത് ഒരു കോമഡി വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാണ്. അത് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കി. കാരണം എനിക്ക് ഇത് മാത്രമേ ഇടാനുള്ളൂ. ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇതൊന്ന് കേട്ടു. ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? നമ്മളെ നാട്ടിലെ ആഡംബര കല്യാണം നടക്കാൻ പോവാണേ. ഗാനമേളും DJ സെറ്റ് ആക്കിയാണ് കല്യാണ തലേന്നേക്ക്. കഴിഞ്ഞ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് ഇവിടെ ആഡംബരം പറ്റില്ലെന്നില്ലേ. അന്നോട് ഞാൻ നോക്കാൻ പറഞ്ഞാലത് നടക്കില്ല. സംഗതി ഞാൻ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണു. അത് നമ്മളെ നാട്ടിലെ പൈസക്കാരനായ അഹമ്മദാജിന്റെ മകളെ കല്യാണമാണ്. ഓല് 2-3 AC നമുക്ക് സംഭാവന ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദാജിന്റെ മകളെ കല്യാണമാണ്. ഞാൻ നേരത്തെ പറയണ്ടേ? പോലെ എന്താ കാട്ടിക്കോട്ടെ. പിന്നെ അടുത്ത ആഴ്ച നമ്മളെ പാവപ്പെട്ട പെരീത്ത കുഞ്ഞാപ്പാക്കാന്റെ മകളെ കല്യാണം ഉണ്ട്. വലിയ ആർഭാടൊന്നുമില്ല, എന്നാലും ചെറുക്കന്മാര് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊടുത്തിട്ടേ അയലോക്കത്തില്ലോലൊക്കെ ഒന്ന് പാടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നടക്കൂല. കമ്മിറ്റി തീരുമാനിച്ചതന്നെയാണ്. ആ തൽക്കാലം നമുക്ക് ആ പാവങ്ങളെ നെഞ്ഞത്ത് കയറാം. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. ഇത് മുതലാളിമാർക്ക് എന്തു ആവാം, പൈസ ഉള്ളവർക്ക് എന്തു ആവാം, വേറെ അപ്പുറത്തുള്ളവര് അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ ആൾക്കാർക്ക് എന്തു ആവാം. എന്തു ആവാം. തുണി അയച്ചിട്ട് ചാടാ, കല്യാണത്തലേന്ന് എന്തു പാട്ടും പാടാം. പക്ഷെ സഖാഫിമാരോ മൊയ്ലിയാമാരോ എന്തെങ്കിലും വല്ല ഫംഗ്ഷനിലോ എന്തെങ്കിലും വല്ല അബദ്ധത്തിൽ എന്തെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അന്ന് അതന്നെ ചർച്ച, എല്ലാവരും ചർച്ച തന്നെ. എന്നായിക്കോട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.